Hello, my little butterflies. Welcome back to my easy school. How are you all? Are you fine? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? I hope all are fine. Shall we start our class? Are you ready? Everybody say, are you ready? Yeah, very good children. ഇന്നലെ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? What we learned yesterday? ഇന്നലെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇനി നമ്മൾക്ക് സ്മോൾ ലെറ്റർ എ പഠിച്ചാലോ? സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ സ്മോൾ ലെറ്റർ എ. എവരിബഡി സേ സ്മോൾ ലെറ്റർ എ. Okay dears, can you see some of them are standing here? Who are they? കാണുന്നുണ്ടോ? ഇവിടെ 2 പേര് നിൽക്കുന്നുണ്ടല്ലേ? ആരെല്ലാമായത്? ഒരു അമ്മയും കുഞ്ഞുമല്ലേ? മദർ ആൻഡ് ബേബി. മദർ ആൻഡ് ബേബി. എവരിബഡി സേ മദർ ആൻഡ് ബേബി. ഇതിലൊന്ന് നോക്കിക്കേ, ഇതിൽ മദർ ആണോ ബേബി ആണോ ബിഗ്? വെരി ഗുഡ് ചിൽഡ്രൻ. മദർ അല്ലേ? ഇതിൽ മദർ ആണ് ബിഗ്. അപ്പോൾ ബേബിയോ? ബേബി സ്മോൾ അല്ലേ? ബേബി എന്താണ്? സ്മോൾ. മദർ ബിഗ് ആൻഡ് ബേബി സ്മോൾ. ഈ മദറിന്റെയും ബേബിയുടെയും ബാക്കിലായി ആരൊക്കെയോ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ? ആരാണത്? കാണാമോ? ആരൊക്കെയാണത്? ബിഗ് എ ആൻഡ് സ്മോൾ എ. ക്യാപിറ്റൽ ലെറ്റർ എ ആൻഡ് സ്മോൾ ലെറ്റർ എ. ഇതിലെ മദർ ആരാണ്? ക്യാപിറ്റൽ ലെറ്റർ എ അല്ലേ? ആൻഡ് ബേബിയോ? സ്മോൾ ലെറ്റർ എ. സോ ഇതിലെ മദർ ക്യാപിറ്റൽ ലെറ്റർ എ നമ്മൾ ഇന്നലെ പഠിച്ചല്ലേ? ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? സ്മോൾ ലെറ്റർ എ. Everybody say small letter A. So, did you remember yesterday we learned the sound of this letter? Do you know what is the sound of this letter? The sound of this letter is A. Everybody say A. A. ഇനി നമ്മൾ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ എ പഠിക്കുമ്പോൾ നമ്മളത് പഠിച്ചതല്ലേ? ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. Did you remember? Okay, everybody think which are the words related this letter? A apple, a ant, a axe, a arrow. Once again you have to say apple, ant, axe, arrow. Very good children. ഇനി നമ്മൾക്ക് സ്മോൾ ലെറ്റർ എ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കിയാലോ? കുഞ്ഞുങ്ങളെല്ലാം പെൻസിലും ബുക്കും എല്ലാം എടുത്ത് റെഡി ആയിരിക്കുകയാണല്ലേ? ദേ മിസ് ഇവിടെ സ്മോൾ ലെറ്റർ എ റഫ് ബുക്കിലായി എഴുതി വെച്ചിട്ടുണ്ട്. സോ ആർ യു റെഡി ടു റൈറ്റ് സ്മോൾ ലെറ്റർ എ? ദേ മിസ് എങ്ങനെയാണ് സ്മോൾ ലെറ്റർ എ എഴുതുന്നത് നോക്കിക്കോ. ദേ സ്മോൾ കർവ് ആൻഡ് അപ്പ് ഡൗൺ. അങ്ങനെ എഴുതണം കേട്ടോ. സ്മോൾ കർവ് അപ്പ് ഡൗൺ. സ്മോൾ കർവ് അപ്പ് ഡൗൺ. അങ്ങനെയാണ് കേട്ടോ സ്മോൾ ലെറ്റർ എ എഴുതേണ്ടത്. സ്മോൾ ലെറ്റർ എ എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് പറഞ്ഞ് എഴുതണം? എ എ. എങ്ങനെ പറയണം? എ. അങ്ങനെ പറഞ്ഞ് മുഴുവനായി മിസ്സിന് എഴുതി കാണിച്ചു തരണം കേട്ടോ. വെരി ഗുഡ് ചിൽഡ്രൻ. മിസ്സിനറിയാം മിസ്സിന്റെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണെന്ന്. ഓക്കെ ഡിയേഴ്സ്, ഷാൽ വി റൈറ്റ് സ്മോൾ ലെറ്റർ എ ഓൺ അവർ കോപ്പി ബുക്ക്? ലിസൺ ഹിയർ. മിസ് ദാ ഇവിടെ 4 ലൈൻ കോപ്പി ബുക്ക് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? 4 ലൈൻ കോപ്പി ബുക്ക്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ എഴുതുമ്പോഴും 4 ലൈൻ കോപ്പി ബുക്ക് തന്നെയാണ് എടുത്തതല്ലേ? ഷാൽ വി സ്റ്റാർട്ട്? ദേ മിസ് ഇവിടെ സെക്കൻഡ് ലൈനിൽ നിന്ന് സ്മോൾ കർവ് തേർഡ് ലൈനിലോട്ട് ഇട്ട് പോകുന്നുണ്ട്. കണ്ടില്ലേ? അതുപോലെ മുകളിലോട്ട് പോയി താഴോട്ട് വരണം. മിസ് ഇതാ ഒന്നുകൂടി കാണിച്ചു തരാം. സ്റ്റാർട്ട് ഫ്രം ദ സെക്കൻഡ് ലൈൻ അപ്പ് ഡൗൺ. സ്റ്റാർട്ട് ഫ്രം ദ സെക്കൻഡ് ലൈൻ അപ്പ് ഡൗൺ. ദേ ഇങ്ങനെ തന്നെ എഴുതണേ. ദേ മിസ് എഴുതുന്നത് പോലെ ബ്യൂട്ടിഫുൾ ആയി എഴുതുന്നവർക്ക് മിസ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയി എഴുതിയതിനു ശേഷം എന്താണ് ചെയ്യേണ്ടത്? മിസ്സിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഡൺ എന്ന മെസ്സേജ് അയക്കണം. ഓക്കെ അല്ലേ? മിസ് ഇതാ ഇവിടെ മിസ്സിന്റെ ഫസ്റ്റ് റോ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനിതാ സെക്കൻഡ് റോയും തേർഡ് റോ കൂടി മിസ് എഴുതാൻ പോവുകയാണേ. ഇതുപോലെ നല്ല ഭംഗിയായി എഴുതിയാൽ മാത്രമാണ് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഹയർ ക്ലാസ്സുകളിലേക്ക് പഠിച്ചു പോകണ്ടേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും ഒക്കെ എത്തണ്ടേ? അതിനുവേണ്ടി നീറ്റ് ആൻഡ് സ്മാർട്ടായി മടിയൊന്നും കൂടാതെ മുഴുവനായി എഴുതി മിസ്സിന്റെ കമന്റ് ബോക്സിൽ ഡൺ എന്ന മെസ്സേജ് അയക്കില്ലേ?
ഗുഡ് ചിൽഡ്രൻ. ഓക്കെ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിനായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.